വരുന്നത് നമ്മൾ ഫൂരിയർ ട്രാൻസ്ഫോമിനും ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ പെർട്ടിക്കുലർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ പറ്റിയിട്ടാണ്. സോ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നും ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോം എന്താണെന്നുള്ളതും പിന്നെ കുറേ ബേസിക് എലമെന്റ്സിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഈ ബേസിക് എലമെന്റ്സിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ഒന്നുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ക്വസ്റ്റ്യൻസ് എന്താ പറയാ വലിയ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് അല്ല. നമ്മൾ ഈ ഏത് ഫംഗ്ഷൻസ് ആണോ നമ്മളിപ്പോൾ ചെയ്ത് പഠിച്ചുള്ളത്, ഈ എലമെന്ററി ഫംഗ്ഷൻസിന്റെ മാത്രമാണ് നമ്മൾ നോക്കിയത്. എലമെന്ററി ഫംഗ്ഷൻസ് ഒക്കെ തന്നെയാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത് വന്നിട്ട് കണ്ടിട്ടില്ല. പിന്നെയും ഇൻവേഴ്സ് ട്രാൻസ്ഫോമിന്റെ ആണ് പിന്നെയും എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സംഗതി സിമ്പിൾ ആണ്. ഈ എലമെന്ററി ഫംഗ്ഷൻസിന്റെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇൻ ഓർഡർ ടു ഡു ദാറ്റ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്കൊരു രണ്ട് കണ്ടീഷൻ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാണ്ട്. രണ്ടൊരു ട്രിക്സ് ആണ് ആക്ച്വലി, മീൻസ് രണ്ട് തിയറം പോലെ രണ്ട് സാധനങ്ങൾ നോക്കാണ്ട്. ഫസ്റ്റ് തിയറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t is f of x. Okay, Laplace transform of f of t f of x ആണെന്ന് വിചാരിക്കുക. Then Laplace transform of e raised to at f of t. e raised to at f of t will be is equal to എന്തായിരിക്കും? e raised to at f of t will be is equal to, അതായത് f of t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? f of x ആണ്. അങ്ങനെയാണെങ്കിൽ e raised to at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? It will be is equal to f of s minus a ആയിരിക്കും. ഓക്കെ, ഈ ഐഡന്റിറ്റി ഒക്കെ നമുക്ക് എന്തായിരിക്കും പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. പ്രൂവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. പ്രൂഫ് നോക്കുക. സോ വി ഹാവ് ഗിവൺ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? എൽ ഓഫ് എഫ് ഓഫ് ടി എന്താണ് തന്നിട്ടുള്ളത്? എഫ് ഓഫ് എസ് ആണ്. അതായത് 0 to infinity e raised to minus st f of t dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കുന്നത്? f of s ആണ് നോക്കേണ്ടത്. Now let us find out the Laplace transform of e raised to at f of t. Okay, e raised to at f of t ആണ്. So integral 0 to infinity e raised to minus st f of t എടുത്ത് കൊടുക്കുക. e raised to at f of t കൊടുക്കുക. So e raised to at f of t dt. Okay, e raised to minus st e raised to at f of t dt കൊടുത്തു. So രണ്ട് എക്സ്പോണൻഷ്യൽ ടേം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എഴുതാം ഇന്റഗ്രൽ 0 to infinity e raised to ഇവിടെ e raised to minus st ഇവിടെ പ്ലസ് 80 ഉള്ളത്. സോ രണ്ടിനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. ടീനെ ഔട്ട് സൈഡ് എടുക്കാം ആൻഡ് നമ്മൾ മൈനസിനെ ഔട്ട് സൈഡ് എടുക്കുന്നത്. സോ മൈനസിനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് മൈനസ് എസ് പ്ലസ് ടി ആണ് വരുന്നത്. സോ മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വരും എസ്, പിന്നെ ഇവിടെ പ്ലസ് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് കൊടുക്കണം ഇൻറ്റു ടി. ഓക്കെ, എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, നൗ ഈ ഇന്റഗ്രൽ നോക്കുക. ഇന്റഗ്രലിന്റെ പ്രത്യേകത എന്താണ്? ഈ ഇന്റഗ്രൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോം തന്നെയാണ്. എന്താണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മളെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോം. ഇവിടെ എസിന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? എസിന്റെ സ്ഥാനത്ത് എസ് മൈനസ് എ ആണ് കിടക്കുന്നത്. വാക്കുകളൊക്കെ സെയിം ആണ് അല്ലെ? മൈനസിന്റെ എഫ് ഓഫ് ടിന്റെ ഡി ടിന്റെ 0 to infinity ആണ് ഇന്റഗ്രൽ, അതൊക്കെ സെയിം ആണ്. എസിന്റെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? എസ് മൈനസ് എ ആണ് കിടക്കുന്നത്. സോ ദിസ് വിൽ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. കാരണം e raised to minus st f of t dt എന്നാണ് ഇന്റഗ്രൽ 0 to infinity f of s ആണ്. സോ ഇവിടെ s ന്റെ സ്ഥാനത്ത് s minus a ആണ് എടുക്കുന്നത്. സോ ദിസ് വിൽ ബി എന്തായിരിക്കും? f of s minus a ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ഐഡന്റിറ്റി ആണ്. അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു ഐഡന്റിറ്റി ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് if Laplace transform of f of t is f of s, Laplace transform of f of t f of s ആണെങ്കിൽ then Laplace transform of t raised to n f of t will be equal to minus 1 raised to n f n of s. Okay, n ഉദ്ദേശിച്ചത് nth ഡെറിവേറ്റീവ് ആണ് ഉദ്ദേശിച്ചത്. അതായത് സ്ക്വയർ ക്യൂബ് അങ്ങനെ ഉദ്ദേശിച്ചത്. this difference nth ഡെറിവേറ്റീവ് ഓക്കെ. സോ അതായത് ഇവിടെ ടി സ്ക്വയർ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ്, ക്യൂബ് ആണെങ്കിൽ തേർഡ് ഡെറിവേറ്റീവ്, അങ്ങനെ എടുത്തിട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടി എഫ് ഓഫ് ടി ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അഗൈൻ ഇതും പ്രൂവ് ചെയ്യാൻ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല ആക്ച്വലി. സോ പ്രൂഫ് ജസ്റ്റ് നോക്കാം. ചിലപ്പോൾ
ഈ ഐഡന്റിറ്റി അതേപോലെ തന്നെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. സോ നമുക്ക് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് നമുക്ക് എന്താ പറയാം എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എഫ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. ഓക്കെ, now taking the first derivative എടുക്കുക, അതായത് with respect to s എടുക്കുക, with respect to s ന്റെ derivative എടുക്കുക. So df by ds will be equal to integral 0 to infinity. ഇവിടെ s ഉള്ള ടേം എന്താണ്, എക്സ്പോണൻഷ്യൽ ആണ്. സോ എക്സ്പോണൻഷ്യലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു പിന്നെ മൈനസ് എസ് ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ടി വരും അല്ലെ, മൈനസ് ടി എഫ് ഓഫ് ടി dt. Okay, so which will be is equal to നമുക്ക് ഇന്റഗ്രൽ റീറൈറ്റ് ചെയ്ത്, സോ df by ds കിട്ടും. സോ df by ds is equal to ഇന്റഗ്രൽ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം -1 നമ്മൾ പുറത്ത് എടുത്തു, ഇന്റഗ്രൽ 0 to infinity t into e raised to minus st f of t dt. Okay, so minus t എന്നുള്ളത് -1 into t ആക്കി -1 നമ്മൾ പുറത്ത് എടുത്തു. Okay, so സോ അഗെയിൻ ഇത് നോക്കുക, ഈ ഉള്ളിലുള്ള ടേംസ് നോക്കുക, ഇതിന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, -1 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ടി എഫ് ഓഫ് ടി ഡി ടി നമുക്ക് എഴുതാം അല്ലേ, ടി എഫ് ഓഫ് ടി ഡി ടി നമുക്ക് എഴുതാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു -1 ഇൻറ്റു നൗ ഈ ഇന്റഗ്രൽ നോക്കുക, ഇന്റഗ്രൽ എന്ത് ഫോമിലാണോ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോമിലാണ് എടുക്കുന്നത്. ഇവിടെ എഫ് ഓഫ് ടിയുടെ പകരം എന്താ എടുക്കുന്നത്, ടി എഫ് ഓഫ് ടി എടുക്കുന്നത്. സോ ദിസ് വിൽ ബി ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്ത്, ടി എഫ് ഓഫ് ടി അല്ലേ. So this will be -1 into Laplace transform of t f of t. Okay, so ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് f with respect to x നമുക്ക് കിട്ടിയത്. Okay, now taking the second derivative. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതേപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നമുക്ക് കിട്ടും d square f by ds square is equal to എന്തിനും ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും. സോ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, -1 സ്ക്വയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇവിടെ ടി ഉള്ളത് ടി സ്ക്വയർ, കാരണം ഇതിന് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ മൈനസ് ടി ആണ് വരും. സോ ഇവിടെയും പ്ലസ് വരും, ഇവിടെ ടി സ്ക്വയർ ആയിട്ട് വരും. സോ ആ പ്ലസിനെ നമ്മൾ -1 സ്ക്വയർ ആയിട്ട് എഴുതി, ടി സ്ക്വയർ ആയിട്ട് തന്നെ എഴുതി, ആൻഡ് ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, വിൽ ബി ഈക്വൽ ടു -1 സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ടി സ്ക്വയർ എഫ് ഓഫ് ടി dt. Okay, so which will be equal to -1 square into ഈ ടേം നോക്കുക, ഇന്റഗ്രൽ ടേം നോക്കുക, അഗെയിൻ എന്താണ് e raised to minus s t ന്റെ ഒരു ഫംഗ്ഷൻ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോം ആണ് ഇത് എടുക്കുന്നത്. ആൻഡ് ദിസ് ടേം ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി അല്ല, എന്താണ് ടി സ്ക്വയർ എഫ് ഓഫ് ടി ആണ്. സോ ദിസ് വിൽ ബി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് -1 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, -1 സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ടി സ്ക്വയർ എഫ് ഓഫ് ടി കിട്ടും. സോ അഗെയിൻ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ തേർഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡി സ്ക്വയർ ഡി ക്യൂബ് എഫ് വൈ ടി സ്ക്വയർ കിട്ടും, -1 ക്യൂബ് എൽ ഇൻറ്റു ടി ക്യൂബ് എഫ് ഓഫ് ടി. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് എഫ് ഓഫ് ടി കിട്ടും. ഓക്കെ, സോ ഇതിന് സോ nth ഡെറിവേറ്റീവ് എന്ന് കിട്ടും, nth ഡെറിവേറ്റീവ് d റേസ് ടു n f ds റേസ് ടു ഇവിടെ സ്ക്വയർ ക്യൂബ് n. ഓക്കെ, വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, -1 റേസ് ടു n ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t റേസ് ടു n f of t. ഓക്കെ, സോ ഈ -1 റേസ് ടു n നെ അപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -1 റേസ് ടു n d റേസ് ടു n df ds raised to n is equal to Laplace transform of t raised to n f of t. Okay, so hence proof. So t raised to n f of t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടി -1 raised to n. ഇതിനു വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനു വേണമെങ്കിൽ f raised to ns ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, അത് പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഈ രണ്ട് ഐഡന്റിറ്റി, ഈ 1 2 എന്ന് കൊടുത്തിട്ടുള്ള ഈ രണ്ട് ഐഡന്റിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള പല ഫംഗ്ഷൻസ് തരികയാണെങ്കിൽ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്ര കഷ്ടപ്പെടുത്തുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നിട്ടില്ല, ജസ്റ്റ് വളരെ ഈസിലി നമുക്ക് സോൾവ് ചെയ്യാവുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പ്രോബ്ലംസ് നമുക്ക് തന്നിട്ടുള്ളൂ.
ഇതുവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന പ്രോബ്ലംസ് ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, ഇൻവേഴ്സിൽ പിന്നെയും കണ്ടിട്ടുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ അങ്ങനെ ഒരു പ്രശ്നം വരെ വന്നിട്ടില്ല. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം ആക്ച്വലി. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. നെക്സ്റ്റ് പേജ്. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കിയേക്കാം. സോ ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t sin 80. ഓക്കെ, t sin 80 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന തിയറം എന്തായിരുന്നു? നമുക്ക് ഒന്നുള്ളത് മൈനസ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഈ ഫോമിലാണെന്ന് അറിയാം, ആൻഡ് ഇ റേസ് ടു 80 എഫ് ഓഫ് ടി എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് അറിയാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ടി സൈൻ 80 ആണ്. നമുക്ക് സൈനിനെ എന്താക്കി മാറ്റാൻ പറ്റും? നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോം ആക്കി മാറ്റാൻ പറ്റും അല്ലേ? സോ നമുക്കത് എങ്ങനെ എഴുതാം? നൗ വി നോ ദാറ്റ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഡിവൈഡഡ് ബൈ 2i ആയിട്ട് നമുക്ക് എഴുതാം. സോ നമുക്ക് ഈ പ്രോബ്ലത്തിന് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എങ്ങനെ എഴുതാം? നമുക്ക് ബേസിക്കലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എ ടി ഡിവൈഡഡ് ബൈ 2i ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, നൗ 2i കോമൺ ആണ്, അതിന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ 80 will be equal to 1 by 2i. ഫസ്റ്റ് ടേം എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു ഐ എ ടി അല്ലേ? സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു ഐ എ ടി മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സെക്കൻഡ് ഉള്ളത് ടി കോമൺ ആണ് കേട്ടോ, ടി കോമൺ ആണ്. സോ ടി ഇ റേസ് ടു മൈനസ് ഐ എ ടി അല്ലേ? സോ ടി ഇ റേസ് ടു മൈനസ് ഐ എ ടി. ഓക്കെ, സോ ഇതാണ് എന്ത് വരിക? നമ്മളെ ഫോം വരിക. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന തിയറം എന്തായിരുന്നു? സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. സോ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോബ്ലത്തെ നമ്മൾ മാറ്റി എക്സ്പോണൻഷ്യൽ ഫോം ആക്കി മാറ്റി. അപ്പോൾ എക്സ്പോണൻഷ്യലിന്റെ കൂടെ എന്ത് വരുന്നത്? നമ്മളെ ടി വരുന്നുണ്ട്. സോ നമുക്ക് അറിയാവുന്ന തിയറം എന്തായിരുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ടി റേസ് ടു അല്ല ഇ റേസ് ടു എ ടി അല്ലേ? ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്താണ്? ഇറ്റ് ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. ഓക്കെ, സോ ഇവിടെ ഇ റേസ് ടു എ ടി അല്ലെങ്കിൽ ഇ റേസ് ടു ഐ എ ടി ആണ് വരുന്നത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ഐ എ ടി എഫ് ഓഫ് ടി എന്ത് വരും? അതായത് നമ്മൾ എഴുതിയിട്ടുള്ള തിയറം ഏതിന്റെ ആയിരുന്നു? ഇ റേസ് ടു എ ടിയുടെ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇ റേസ് ടു ഐ എ ടി ആണ്. സോ എന്ത് വരും? വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എസ് എ ടിയുടെ പകരം എസ് മൈനസ് എയുടെ പകരം എന്താണ് ഇവിടെ? ഐ എ ആണ് കിട്ടുന്നത്. സോ എസ് മൈനസ് ഐ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ചെയ്യുമ്പോൾ എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇ റേസ് ടു ഐ എ ആണ്. സോ ഇ റേസ് ടു ഐ എ ടിന്റെ എഫ് ഓഫ് ടി ചെയ്യുമ്പോൾ ഒരു എസ് മൈനസ് ഐ എ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നൗ നമ്മുടെ പ്രോബ്ലത്തിൽ എഫ് ഓഫ് ടി എന്താണ്? ആക്ച്വലി എഫ് ഓഫ് ടി എന്താണ്? ടി ആണ് അല്ലേ? എക്സ്പോണൻഷ്യലിന്റെ കൂടെ കിടക്കുന്ന ടി ആണ്. സോ ഇവിടെ എന്താണ്? എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ആണ്. എഫ് ഓഫ് ടി എന്താണ്? ടി ആണ്. ആൻഡ് അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി. അതെന്താണ്? അതിനെ നമ്മൾ എഫ് ഓഫ് എസ് എന്ന് കണ്ടുപിടിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചതാണ്. എന്താണ്? ഇറ്റ് വിൽ ബി 1 by s സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ ഈ 1 by s സ്ക്വയർ ആണ് എന്ത്? എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ അപ്പോൾ എഫ് ഓഫ് എസ് മൈനസ് എ എന്ത് വരും? സോ എഫ് ഓഫ് എസ് മൈനസ് ഐ എ എന്ത് വരും? എസ് മൈനസ് ഐ എ എസിന്റെ സ്ഥാനത്ത് കൊടുക്കുക, എസ് മൈനസ് ഐ എ കൊടുക്കുക. സോ 1 by s മൈനസ് ഐ എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എഫ് ഓഫ് എസ് മൈനസ് എ എസ് മൈനസ് ഐ എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾക്ക് അറിയാവുന്ന തിയറം ഇതാണ്. ഈ തിയറാണ് നമുക്ക് അറിയാം. ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. നമ്മൾ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടി ആണ് അല്ലെ? നമ്മളിവിടുത്തെ എഫ് ഓഫ് ടി നമ്മൾ ടി ആണ് എടുക്കുന്നത്. സോ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചതിന് മുന്നേ അത് 1 by s സ്ക്വയർ ആണ്. ആൻഡ് ഇവിടെ അപ്പൊ എസ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസിന് സ്ഥാനത്ത് ഐ എ കൊടുത്തു. ഓക്കെ, നമുക്ക് ഈസിലി നമുക്കിത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ therefore ഇക്വേഷൻ 1 നോക്കുക. therefore നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ 1 ചേഞ്ചസ് ആസ് എങ്ങനെ മാറും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്
t sin 80 എങ്ങനെ ചേഞ്ച് ആവും നോക്കുക. പുറത്ത് 1/2i ഉണ്ട്, 1/2i അതേപോലെ തന്നെ വന്നു, 1/2i അതേപോലെ തന്നെ വന്നു. ഓക്കെ, ഞാൻ ഉള്ളിൽ നോക്കുക. ഫസ്റ്റ് ടേം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു i80 ആണ്. ഓക്കെ, ടി ഇ റേസ് ടു i80 ആണ് നമ്മളെ ഫസ്റ്റ് ടേം വരുന്നത്. സോ ടി ഇ റേസ് ടു i80 പറയുമ്പോൾ അതിന്റെ എന്താ വരിക? എഫ് ഓഫ് എസ് മൈനസ് എ ആണ് വരിക. എക്സ് മൈനസ് ഐ എ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഈ ഫോമിലാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി 1/s മൈനസ് ഐ എ ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇവിടെ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എസ് മൈനസ് എന്ന് വരും അല്ലേ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, എസ് മൈനസ് ഐ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, മൈനസ് സെക്കൻഡ് ടേം എന്ത് വരുന്നത്? ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് i80 ആണ്, മൈനസ് i80 ആണ് വരുന്നത്. സോ ഇ റേസ് ടു i80യുടെ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? എഫ് ഓഫ് എസ് മൈനസ് എ കൊണ്ട് കണ്ടുപിടിച്ചത്. സോ ഇ റേസ് ടു മൈനസ് i80യുടെ എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 80 എഫ് ഓഫ് ടി എന്ത് വരും? എഫ് ഓഫ് എസ് മൈനസ് മൈനസ് എന്തായിട്ട് വരും? പ്ലസ് ആയിട്ട് വരും അല്ലേ, പ്ലസ് ഐ എ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സോ സെക്കൻഡ് ടേം എന്ത് വരും? 1/s പ്ലസ് ഐ എ ദ ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ചെയ്തത് മനസ്സിലാക്കുക. ഇതിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ, ഈ ഫംഗ്ഷൻ ചെയ്യാണ് നമ്മൾ ചെയ്തത്. സോ അതിന്റെ ഈ റേസ് 1/s മൈനസ് ഐ എ ദ ഹോൾ സ്ക്വയർ ആണ് ഇതിന്റെ വരിക. ഇതിന്റെ 1/s പ്ലസ് ഐ എ ഹോൾ സ്ക്വയർ ആണ് അതിന്റെ വരിക. ഓക്കെ, സോ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. എന്ത് ചെയ്യാം? നമുക്ക് അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, നമുക്ക് അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 1/2i ഇൻറ്റു എസ് പ്ലസ് ഐ എ ദ ഹോൾ സ്ക്വയർ മൈനസ് എസ് മൈനസ് ഐ എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ s minus ia the whole square into s plus ia the whole square. Okay, now നമുക്ക് മുകളിലത്തെ a plus b whole square minus 2 whole square ആണ്, അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ 1/2i into a plus b whole square ആകുമ്പോൾ a square plus b square ആകുമ്പോൾ ia square ആണ്. i square ആകുമ്പോൾ മൈനസ് വരും. സോ a square plus 2ab പിന്നെ മൈനസ് ഇവിടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, മൈനസ് മൈനസ് വരും, പ്ലസ് വരും. സോ പ്ലസ് എ സ്ക്വയർ പിന്നെ എ സ്ക്വയർ പ്ലസ് 2ab മൈനസ് ബി സ്ക്വയർ അല്ലേ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമുക്ക് ആക്ച്വലി ബ്രാക്കറ്റ് ഇടാതെ കൊടുത്ത് നോക്കാം. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ ഇവിടെ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്, സോ ഇവിടെ മൈനസ് വരില്ലേ. സോ ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് 2ias വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. താഴത്ത് എന്താണ്? എസ് മൈനസ് ഐ എ ദ ഹോൾ സ്ക്വയർ ഉണ്ട്, എസ് പ്ലസ് ഐ എ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. സോ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇത് എ പ്ലസ് ബിന്റെ എ മൈനസ് ബി ഫോം ആണെങ്കിൽ നമുക്ക് എഴുതാം. എ പ്ലസ് ബിന്റെ എ മൈനസ് ബി ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിട്ട് എഴുതാം. പക്ഷെ ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. സോ എ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ക്വയർ, ബി സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എ ദ സ്ക്വയർ വരും. ഐ എ സ്ക്വയർ വരുമ്പോൾ പ്ലസ് വരും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് ആ മുകളിലത്തെ ടേമിന് ന്യൂമറേറ്റർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/2i into s square minus a square plus 2ias ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത മൈനസ് s square plus a square plus 2ias divided by s square plus a square the whole square. Okay, s square plus a square the whole square വന്നു. Now നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? s square ക്യാൻസൽ ചെയ്ത് കളയാം, a square ക്യാൻസൽ ചെയ്ത് കളയാം. അതൊന്നും പോകുന്നില്ല. So which will be equal to
ഷിൽ ബി ഈക്വൽ ടു ഒരു 1/2i പുറത്തുണ്ട്, 1/2i പുറത്തുണ്ട്, പിന്നെ മുകളിൽ എന്തുള്ളത് ഒരു 2iaസും 2iaസും ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4ias വരും, ഡിവൈഡഡ് ബൈ s square plus a square the whole square വരും. ഓക്കെ, നൗ ഐയും ക്യാൻസൽ ചെയ്യാം, 2ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2as divided by s square plus a square. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതിപ്പോൾ നോർമലി നമ്മളെ എലിമെന്ററി ഫംഗ്ഷൻസ് മാത്രം യൂസ് ചെയ്ത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തില്ല, നമുക്കിത് സോൾവ് ചെയ്ത് നടക്കില്ല. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഐഡന്റിറ്റി e⁻t f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(x - t) എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്തു നമ്മൾ ഈസിലി സോൾവ് ചെയ്തു. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇതുവരെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല, പക്ഷേ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നൗ മൂവ് ഓൺ ടു നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, ഇതുപോലത്തെ ഒരു ഐഡന്റിറ്റി കൂടി ആക്ച്വലി നമുക്കൊന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. ഒരു ഐഡന്റിറ്റി കൂടി നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട് ആക്ച്വലി. അതായത് ഒരു ഐഡന്റിറ്റി കൂടി ഉണ്ട് ആക്ച്വലി, തേർഡ് ഐഡന്റിറ്റി. അതായത് ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t is f of s ആണെന്ന് വിചാരിക്കുക, then 1/a, then 1/a into Laplace transform of f of t by a is equal to f of a. ഓക്കെ, ഇതും കൂടി നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് പ്രോബ്ലത്തിലൊന്നും വരില്ല, പക്ഷേ ചിലപ്പോൾ ഇത് തിയറമായിട്ട് ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t നമുക്ക് f of s കണ്ടിട്ടുണ്ട്, then 1/a ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t by a is equal to എന്താണെന്ന് പ്രൂവ് ചെയ്യണം, f of as ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് പ്രൂവ് ചെയ്ത് നോക്കാം. പ്രൂഫ്. ഓക്കെ, സോ നമുക്ക് അറിയാവുന്നത് എന്താണ്, f of s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. സോ 0 to infinity e raised to minus st f of t dt. ഓക്കെ, നൗ f of as എന്ത് വരും, f of as എന്ത് വരും, f of as ഇന്റഗ്രൽ 0 to infinity e raised to s ന്റെ സ്ഥാനത്ത് as വരും. സോ മൈനസ് ast f of t dt. Okay, now put at is equal to u കൊടുക്കുക. Okay, at is equal to u കൊടുക്കുക. So t is equal to u by a വരും, t is equal to u by a വരും, t is equal to u by a വരും. So one second, t is equal to u by a വരും. So ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dt is equal to du by a എന്ന് കിട്ടും. ഓക്കെ, ലിമിറ്റിൽ ചേഞ്ച് ഒന്നും വരില്ല, കാരണം ഇപ്പോൾ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ 0 വരും, ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വരും. ഓക്കെ, സോ ലിമിറ്റിൽ മാറ്റം വരില്ല. സോ നമുക്ക് ഈ പ്രോബ്ലത്തെ എങ്ങനെ മാറ്റി എഴുതാം, f of as is equal to integral 0 to infinity e raised to at ക്ക് നമ്മൾ കൊടുത്തു u എന്ന് കൊടുത്തു, സോ മൈനസ് യു എസ് വരും അല്ലേ, മൈനസ് യു പിന്നെ ഒരു എസ് ഉണ്ട്, f of t, ടിയുടെ കൊടുത്തു, ടിക്ക് u by a കൊടുത്തു, t u by a കൊടുത്തു. നൗ dt ക്ക് വരെ എന്ത് കൊടുക്കണം, du by a കൊടുക്കണം, du by a കൊടുക്കാം. ഓക്കെ, നൗ ഓൺ റീഅറേഞ്ചിങ്, റീഅറേഞ്ച് ചെയ്ത് എഴുതാം 1/a ഇന്റഗ്രൽ 0 to infinity, a കോൺസ്റ്റന്റ് ആണല്ലോ, അതിനെ പുറത്ത് കൊടുത്തു, e raised to minus us f of u by a du, f of u by a du കിട്ടി നമുക്ക്. ഓക്കെ, നൗ അനുസരിച്ച് കഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ നോക്കുക. ഓക്കെ, നൗ ഇന്റഗ്രൽ നോക്കുക. ഈ ഇന്റഗ്രലിന്റെ ഫോം അഗെയിൻ എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോമിലാണ് എടുക്കുന്നത് അല്ലേ. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോം ഇന്റഗ്രൽ 0 to infinity e raised to minus st f of t എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ. ഇവിടെ ടിയുടെ സ്ഥാനത്ത് എന്ത് വന്നുള്ളൂ, യു എന്ന് വന്നുള്ളൂ അല്ലെ. ഇവിടെ ടിയുടെ സ്ഥാനത്ത് എന്ത് വന്നു, യു എന്ന് വന്നു മാത്രമേ ഉള്ളൂ, വേറെ എന്തില്ല, വേറെ ചേഞ്ചുകളൊന്നും വരുന്നില്ല. ഓക്കെ, ഇവിടെ ഫംഗ്ഷന്റെ സ്ഥാനത്ത് എന്ത് വന്നു, എഫ് ഓഫ് ടിയുടെ ഭാഗത്ത് എന്ത് വന്നു, യു ബൈ എ വന്നുള്ളൂ.
Okay, so this is nothing but എന്താണ്, this is nothing but 1 by a into Laplace transform of എന്താണ് f of t by a or u by a, t or u variable എന്തല്ല, it doesn't matter. Okay, so t by a എന്ത് ചെയ്താം നമുക്ക് ഇത് ചെയ്താൽ മതി. Okay, കാരണം ഈ ഇന്റഗ്രൽ എന്താ എടുക്കുന്നത്, ഇവിടെ t യുടെ സ്ഥാനത്ത് എന്ത് എടുക്കുന്നുള്ളൂ, u by a എടുക്കണമെന്നുള്ളൂ. Okay, so u or t വേരിയബിൾ എന്തല്ല പ്രാധാന്യമുള്ള കാര്യമില്ല. സോ നമുക്ക് നോക്കാവുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t by a ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കത് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്കത് ഈസിലി നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു സാധനം കൂടി ഈ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ വല്ല പ്രൂഫിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ അത്രയാണ് ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംസും നമ്മൾ എങ്ങനെയാണ് ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ സോൾവ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. സോ ഇത്രയാണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സെഷൻ. അടുത്ത പാർട്ട് വന്നു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ ഫൂരിയർ ട്രാൻസ്ഫോമിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, എന്ത് എഫ് ഓഫ് എസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻവേഴ്സ് പറയുമ്പോൾ എന്താണ്, നേരെ തിരിച്ച്. ഓക്കെ, അതായത് നമ്മളെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് ടീനെ എന്താക്കി മാറ്റാണ്, എഫ് ഓഫ് എസ് ആക്കി മാറ്റാണ് ചെയ്തത്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എസ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് ടീനെ ഇൻ ടേംസ് ഓഫ് എഫ് ഓഫ് എസ് ആക്കിയിട്ട് നമ്മൾ എഴുതണം. അതായത് എല്ലിനെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് വിൽ ബി ഈക്വൽ എന്തായിരിക്കും, എഫ് ഓഫ് ടി ആയിരിക്കും. അതായത് എല്ലിനെ പുറത്ത് കൊടുത്തപ്പോൾ എൽ ഇൻവേഴ്സ് ആയി, അത്രയുള്ള വ്യത്യാസം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ദിസ് ഈസ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമുക്ക് ഇന്റഗ്രേഷൻ വെച്ച്, അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഇന്റഗ്രേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമുക്ക് ഒരു മെത്തേഡ് നമുക്ക് ആവശ്യമുണ്ട്. സോ ബിഫോർ ദാറ്റ് നമുക്കൊരു ആദ്യൊരു എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എൽ ഇൻവേഴ്സ് ഓഫ് 5 by s plus 2. Okay, 5 by s plus 2. Okay, ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ എന്താ പറയാ, ഈ പ്രോബ്ലം ചെയ്യുന്നതിനുള്ള ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലമെന്ററി ഫംഗ്ഷൻസിന്റെ, അതിന് മുമ്പ് ചെയ്തിട്ടുള്ള എലമെന്ററി ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻസിന്റെ ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്ക് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് 5 by s plus 2 എന്ന് കിട്ടുമ്പോൾ ഇത് ഏത് എലമെന്ററി ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴാണ് ഇതേ ഫോം കിട്ടുക എന്നുള്ളത് വേണം നമുക്കൊരു ബേസിക് ധാരണ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം. ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, 1 by s minus a ആണ്. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് എ ടിയുടെ എന്ത് വരും, ഇ റേസ് ടു മൈനസ് എ ടിയുടെ എന്ത് വരും, 1 by എയുടെ സ്ഥാനത്ത് മൈനസ് എ വരും, സോ എസ് പ്ലസ് എ വരും. ഓക്കെ, സോ അതേ ഫോമിലാണ് നമ്മൾ ഈ പ്രോബ്ലം എടുക്കുന്നത് അല്ലെ, 5 by s plus 2 കണ്ടുള്ളൂ, അതേ ഫോമിലാണ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രോബ്ലം എടുക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം, ഈ എല്ലിനെ പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഇ റേസ് ടു മൈനസ് എ ടി വിൽ ബി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് 1 by s plus a ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇ റേസ് ടു മൈനസ് എ ടി വിൽ ബി എൽ ഇൻവേഴ്സ് 1 by s plus a ആയിട്ട് നമുക്ക് എഴുതാം. സോ ഇവിടെ എന്താണ് കിടക്കുന്നത്, ഇവിടെ 5 by s plus 2 ആയിട്ടാണ് കിടക്കുന്നത്. സോ therefore നമുക്ക് എഴുതാം L inverse of 5 by s plus 2. 5 by s plus 2 നമുക്ക് എഴുതാം. ഈ 5 നെ പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 5 into 1 by s plus 2. s plus 2 എന്ന് പറയുമ്പോൾ എയുടെ സ്ഥാനത്ത് എന്ത് വരും, 2 ആണ് വരുന്നത്. എയുടെ സ്ഥാനത്ത് 2 ആണ് വരുന്നത്. സോ e raised to minus 2t. e raised to minus 2t ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഓക്കെ, സോ ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. കാരണം നമുക്ക് ഏതാണ് പ്രോബ്ലം കിട്ടിയത്, അത് നമ്മളെ ഏത് എലമെന്ററി ഫംഗ്ഷൻ വെച്ചിട്ടാണോ മാച്ച് ആവുന്നത്, ജസ്റ്റ് മാച്ച് ചെയ്യുക, സോൾവ് ചെയ്യുക, അത്ര തന്നെയുള്ളൂ നമ്മളെ എന്താ പറയാ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനായിട്ട്. ഓക്കെ, പക്ഷെ എപ്പോഴും ഈ മെത്തേഡ് നടക്കണം എന്നില്ല ആക്ച്വലി. ഓക്കെ, എപ്പോഴും ഈ മെത്തേഡ് എന്താണെന്നില്ല സക്സസ്ഫുൾ ആണ്. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്കത് ഡയറക്റ്റ്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനായിട്ട് ആക്ച്വലി എന്തുണ്ട്, വേറൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്.
method of partial fraction. Method of partial fraction. Method of partial fraction. Okay. So method of partial fraction നമുക്കൊരു example വെച്ചിട്ട് ചെയ്തു തരാം. Example വെച്ചിട്ട് എന്ത് ചെയ്യാം? Method of partial fraction പറഞ്ഞുതരാം. So find the inverse Laplace transform of 3s plus 7 divided by s square minus 2s minus 3. Okay. ഇതിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കാണുന്നത്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്താ ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. ഓക്കെ, ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. സോ 3s plus 7 divided by s square minus 2s minus 3. square minus 2s minus 3. ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. സോ 3s plus 7 divided by, ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം s minus 3 into s plus 1. Okay, s minus 3 into s plus 1. അതായത് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -3 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടണം. ഓക്കെ, സോ -3 plus 1. ഓക്കെ, അല്ലെങ്കിൽ -3 plus or minus അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ഈ സൊല്യൂഷൻ കിട്ടും. സോ അതിന് ഫാക്ടറൈസ് ചെയ്ത് എന്ത് ചെയ്തു, s minus 3 s plus 1 ആക്കി. നൗ എന്ത് എഴുതുക, നമ്മൾ ഈ ഫോമിന് മാറ്റി എഴുതിയിട്ട് a by s minus 3 plus b by s plus 1 എഴുതുക. ഓക്കെ,